ഗുഡ് മോർണിംഗ് യൂട്യൂബ് ആൻഡ് വെൽക്കം ടു മോണസി ഡ്രൈവ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കാർ നോക്കാനായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരന് കാർ മേടിക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് ദൂരത്തുള്ള സ്ഥലത്ത് പോയി. ആദ്യം ഞങ്ങൾ നോക്കാനായിട്ട് അവന് ഇഷ്ടപ്പെട്ട കാർ എന്ന് വെച്ചാൽ i20 ആണ്. i20 ആയതുകൊണ്ട് നമ്മൾ രണ്ട് മൂന്നാല് i20 പോയി കണ്ടു. അതിനകത്ത് വളരെ പെക്യൂലർ ആയിട്ടൊരു പ്രോബ്ലം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു പ്രശ്നം തോന്നിയെന്ന് വെച്ചാൽ, ഈ കണ്ട 4-5 i20ക്കകത്ത് ഒരു മൂന്നെണ്ണത്തിന്റെയും ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്ത 3 i20യുടെയും കച്ചവടക്കാരാണ് പറഞ്ഞത്. അവർ 3 പേരും പറഞ്ഞൊരു കേസ് എന്ന് പറഞ്ഞാൽ മൂന്നിന്റെയും തേങ്ങ വീണ് പൊട്ടിപ്പോയെന്നാണ്, അല്ലെങ്കിൽ തേങ്ങ വീണ് ഫ്രണ്ട് ഗ്ലാസ് ഉടഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സോ തേങ്ങ വീണ് ഫ്രണ്ട് ഗ്ലാസ് ഉടഞ്ഞൊരു കാർ നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുമോ? അതാണ് ഒരു ടോപ്പിക്. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് നടക്കുന്ന യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഇപ്പം പുതിയ കാറിന് മുടിഞ്ഞ വിലയായതുകൊണ്ട് ഇപ്പൊ യൂസ്ഡ് കാറുകൾക്കെല്ലാം നല്ല ഡിമാൻഡാണ്. അപ്പം ഇങ്ങനെ യൂസ് കാർ എടുക്കാൻ പോകുമ്പോഴത്തേക്കൊരു തേങ്ങ വീണ് പൊളിഞ്ഞൊരു കാർ നിങ്ങൾ എടുക്കുന്ന സുരക്ഷിതമാണെന്ന് നമുക്ക് പറയാം. അതിനെക്കുറിച്ച് സംസാരിക്കാം. അതൊരു വൻ തട്ടിപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. തേങ്ങ വീണ കാർ. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു 15 വർഷത്തോളമായിട്ട് എനിക്ക് പല പല കാറുകളുണ്ട്. ഇതുവരെ എന്റെ ഒരു കാറിന് പോലും തേങ്ങ വീണിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും കാറ് നേരെ തെങ്ങിൻ ചോട്ടി കൊണ്ടിടുന്നില്ല. നമ്മൾ വളരെ സുരക്ഷിതമായിട്ട് മാത്രം നമ്മുടെ കാറുകൾ കഴിയുന്നതും എല്ലാവരും പാർക്ക് ചെയ്തിട്ടുള്ളൂ. എന്റെ കൂട്ടുകാർക്കിടയിൽ പോലും ആരുടെയും ഫ്രണ്ട് ഗ്ലാസ് ഇതുവരെ തേങ്ങ വീണ് റീപ്ലേസ് ചെയ്തിട്ട് എനിക്ക് അറിയത്തില്ല. സോ തേങ്ങ വീണ് റീപ്ലേസ് ചെയ്തു എന്ന് പറയുന്നതിനകത്തൊരു ചെറിയൊരു അസ്വാഭാവികത എനിക്ക് തോന്നി. സോ ആദ്യമായിട്ട് ഞാൻ തേങ്ങ വീണ് റീപ്ലേസ് എന്ന് പറഞ്ഞ കാർ ആദ്യം കാണാൻ പോയ i20യുടെ കാര്യത്തിലോട്ട് വരാം. ആദ്യം കാണാൻ പോയ i20 ഞങ്ങള് ആലപ്പുഴ തുറവൂർ എന്ന് പറഞ്ഞ ഭാഗത്താണ് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കും വളരെ സൂപ്പർ ആയിട്ട് i20 നല്ലോണം മൂടിയൊക്കെ ഇട്ടേക്കുന്നു, വെൽ മെയിൻറ്റൈൻ ആണ്, കച്ചവടക്കാരാണ്. പുള്ളിയുടെ കയ്യിൽ തന്നെ കുറെ കാറുകൾ, പോളോ അങ്ങനത്തെ കുറെ കാറുകളൊക്കെ ഉണ്ട്. ഇവൻ എന്തായാലും i20 മതി എന്നുള്ള ഒറ്റക്കാലിലുള്ള നിപ്പ് കാണാണ് നമ്മൾ i20ലോട്ട് സീറോ ചെയ്തത്. ഈ i20 കാണാൻ പോയപ്പോഴത്തേക്കും നമ്മൾ ആദ്യം ചെന്ന് കണ്ടപ്പോൾ തന്നെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞ കാർ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. കാരണം അത്രയ്ക്ക് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട്, അല്ലെങ്കിൽ അകത്തൊന്നും ഒരു പൊടി പോലും ഇല്ല. എക്സ്റ്റീരിയർ ആണെങ്കിൽ നല്ല തിളക്കി, നല്ല പോളിഷ് ഒക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി ഇട്ടേക്ക്, നല്ല വെള്ള കളർ i20. സോ അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞ പോലെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് തേങ്ങ വീണ് പൊളിഞ്ഞു. തേങ്ങ വീണ് ഗ്ലാസ് പൊളിയുന്നതിനകത്ത് വലിയ അസ്വാഭാവികത ഉണ്ടെങ്കിലും ഞാൻ അപ്പം വിചാരിച്ചു, ഓക്കെ, തേങ്ങ എന്തായാലും തേങ്ങ വീണ് എന്തായാലും ഗ്ലാസ് പൊട്ടും, അതൊരു സത്യമാണ്, ലോക ട്രൂത്താണ്. അപ്പം നമ്മൾ അതിനകത്തൊരു കാര്യം പറയണ്ട, ചിലപ്പോൾ പൊട്ടിയതായിരിക്കാം എന്ന് വെച്ച് ഞാൻ പറഞ്ഞു ഓക്കെ. ഈ തേങ്ങ വീണ് ഗ്ലാസ് മാറിയ കാറിന്റെ ഗ്ലാസിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് ഹുണ്ടായുടെ ലോഗോ ഇല്ല. ഹുണ്ടായുടെ ലോഗോ ഇല്ലെന്ന് പറഞ്ഞാൽ എന്റെ ഒരു അറിവിൽ എനിക്ക് തോന്നിയത് പുറത്തുനിന്ന് ഗ്ലാസ് മാറിയതുകൊണ്ടായിരിക്കാം ഹുണ്ടായി കാറിന്റെ ലോഗോ എന്തായാലും ആ ഗ്ലാസ്സിനകത്തില്ല. പിന്നെ നമ്പറിൽ വ്യത്യാസമുണ്ട്. അത് കാരണം രണ്ടാമത് റീപ്ലേസ് ചെയ്ത ഗ്ലാസ് ആണ്. ബാക്കിലെല്ലാം അസാഹി ആണെങ്കിൽ ഫ്രണ്ടിൽ വേറെ ഏതൊരു ഗ്ലാസ് കമ്പനിയുടെ സെയിം കുപ്പയിനാന്ന് തോന്നുന്നു, ഒരു വ്യത്യസ്ത കമ്പനിയുടെ ഗ്ലാസ് ആണ് ഫ്രണ്ടിൽ കിടക്കുന്നത്. അത് രണ്ട് കാര്യങ്ങൾ. പിന്നീട് ഞാൻ പറഞ്ഞു, ചേട്ടാ ബോണറ്റും തുറക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ആ കച്ചവടക്കാരന്റെ മുഖത്ത് ചെറിയൊരു മാറ്റമൊക്കെ എനിക്ക് തോന്നി. എന്നാലും അയാൾ വളരെ മടിച്ച് ബോണറ്റും തുറന്ന് കാണിച്ചു. ബോണറ്റ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അക്ഷരാർത്ഥത്തിൽ ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയിരുന്നു. ഏപ്രോണിന്റെ ഭാഗത്തെ പേസ്റ്റിംഗ് നോക്കിയപ്പോഴത്തേക്കും രണ്ട് സൈഡിൽ ലെഫ്റ്റും റൈറ്റും ആയിട്ട് നല്ല വ്യത്യാസമുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒരു ആക്സിഡന്റ് പറ്റിയിട്ടില്ല. അത് ലൈക്ക് കമ്പനി പേസ്റ്റിംഗ് നമുക്ക് അറിയാൻ പറ്റും. കമ്പനി പേസ്റ്റിങ്ങും ഇപ്പോഴത്തെ മാൻ മെയ്ഡ് അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകാരൻ ചെയ്ത പേസ്റ്റിങ്ങുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസമുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും അതിനകത്ത് പേസ്റ്റിങ്ങിന്റെ അഭാവം. സോ ഞാനപ്പം ആ പുള്ളിയോട് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, അങ്ങനെ ഒന്നും ആക്സിഡന്റ് ആയിട്ടൊന്നും മോനെ സംഭവിച്ചിട്ടില്ല, തേങ്ങ വീണ് പോയതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടാ ഇപ്പൊ ഏപ്രോണിന്റെ ഭാഗത്തൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി അവിടെ കിടന്ന് ബബ്ബ അടിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, എങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യാം, ഏപ്രോണിന്റെ ഭാഗത്ത് ചേട്ടൻ പറഞ്ഞ ഒറിജിനൽ എന്നല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കാന്തം കിട്ടുമെന്ന് ചോദിച്ചു. കാന്തം ഇല്ല. പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഒരു കുഞ്ഞു സ്പീക്കർ ഉണ്ടായിരുന്നു നേരത്തെ മേടിച്ചത്. ആ സ്പീക്കർ എടുത്ത് വെച്ച് നോക്കിയപ്പോഴത്തേക്കും ഒരു ഭാഗത്ത് പേസ്റ്റിംഗ് കൂടുതലുള്ള ഭാഗം, അല്ലെങ്കിൽ രണ്ടാമത് കമ്പനിയിൽ പേസ്റ്റ് ചെയ്ത ഏപ്രോണിന്റെ ഭാഗത്ത് തൊടുമ്പോൾ തന്നെ നല്ലോണം കാന്തം പിടിക്കുന്നുണ്ട്. കാരണം അത് ഫുള്ള് മെറ്റലാണ്. അതിന്റെ ജസ്റ്റ് ഫ്രണ്ട് മേളിൽ മാത്രമേ ഒരു റബ്ബർ കോട്ടിങ് വരുന്നുള്ളൂ. ഇപ്പുറത്തെ ഭാഗത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് ആപ്രോണിന്റെ ഭാഗത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് അവിടെ മൊത്തം എന്ത് പറയണ്ടേ, എന്തൊക്കെയോ പുട്ടിയൊക്കെ ഇട്ടിട്ട് കാന്തം വളരെ ലൈറ്റ് ആയിട്ട് മാത്രമേ പിടിക്കുന്നുള്ളൂ. അപ്പൊ എനിക്ക് മനസ്സിലായി നല്ലൊരു ഇടി കഴിഞ്ഞിട്ട്. i20 എന്ന് പറഞ്ഞാൽ 2010-11 മോഡൽ i20 എന്ന് പറഞ്ഞാൽ നല്ല ഗ്ലോബൽ എൻക്യാപ്പിൽ നല്ല സ്കോർ ചെയ്ത കാറാണ്, അല്ലെങ്കിൽ സേഫ്റ്റിക്ക് നല്ല ഒരു 5 സ്റ്റാറിനോളം സേഫ്റ്റി റേറ്റിംഗ് ഉള്ള കാറാണ്. ആ കാറിന്റെയൊക്കെ ഫ്രണ്ട് ഗ്ലാസ് വരെയൊക്കെ ഇടി വരണമെങ്കിൽ അതെന്തായാലും ഒരു മേജർ നല്ലൊരു ആക്സിഡന്റ് കഴിഞ്ഞിട്ടാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഞാൻ പറഞ്ഞു, ചേട്ടാ ആ വണ്ടി വേണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ പോയി. പിന്നീട് കണ്ട ഈ രണ്ട് കാറുകളുടെയും സ്ഥിതി വളരെ വ്യത്യസ്തമൊന്നുമില്ല. കാരണം ഈ പറഞ്ഞ ഞങ്ങൾ കണ്ടപ്പോൾ 3 കാറുകൾക്ക് തേങ്ങ വീണിട്ടുണ്ട്. ഈ 3 കാറും ഒരു ഫ്രണ്ട് തട്ട് കഴിഞ്ഞിട്ടാണ് ഗ്ലാസ് മാറിയിട്ടുള്ളത്. അത് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ 3 കാറുകളും വേണ്ടെന്ന് വെച്ചു. ഞങ്ങൾ കുറെ നടന്ന് ലാസ്റ്റ് ഒരു i20
വേറെ കിട്ടി. ഗ്ലാസ്സിലൊന്നും റീപ്ലേസ്മെന്റ് ഇല്ല. എല്ലാ ഗ്ലാസ്സിലും സെയിം ഇയർ ഓഫ് മാനുഫാക്ചറിങ് ഉള്ള ഒരു i20 കിട്ടി. എന്താണ് ഞാൻ ഇങ്ങനെയുള്ള തേങ്ങ വീണെന്നും പറഞ്ഞും അല്ലെങ്കിൽ ഫ്രണ്ട് ഏപ്രോണിലൊക്കെ പണിതിട്ടുള്ള കാർ എടുക്കില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ഒരു എഞ്ചിൻ പണിയുള്ള കാർ നിങ്ങൾ എടുത്തു. എഞ്ചിൻ പണിയുള്ള കാർ നിങ്ങൾക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് എന്താ കോസ്റ്റ് വരുന്നത് നിങ്ങൾക്ക് അപ്രണ്ട് മനസ്സിലാവും. കാരണം ഇപ്പോൾ ഒരു 50,000 രൂപ ഒരു എഞ്ചിൻ പണി എടുക്കാം എന്ന് വെച്ചോ. ഈ 50,000 രൂപ മുടക്കി നമ്മൾ എഞ്ചിൻ പണി ചെയ്ത് കഴിഞ്ഞാൽ ആ കാർ ഏകദേശം പുതിയ പോലെ തന്നെ ആയി. പിന്നെ നമ്മളെ റണ്ണിങ് പീരീഡ് ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പെർഫെക്റ്റ് ആണ്. എന്നാൽ നിങ്ങളൊരു മേജർ ആക്സിഡന്റ് കഴിഞ്ഞിട്ടുള്ള ഒരു കാർ എടുക്കുവാണെങ്കിൽ ആ കാറിന്റെ അലൈൻമെന്റ് ഒരിക്കലും ശരിയാകത്തില്ല. നിങ്ങളെ ഈ മോണോകോക്ക് ഡിസൈൻ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ കാറുകളുടെ എല്ലാം ഡിസൈനിന് പറയുന്ന പേരാണ് മോണോകോക്ക്. ഈ മോണോകോക്ക് ഡിസൈനിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കാണുന്നതാണ് എന്റെ ചാസിസ്. നമ്മളിപ്പോ എന്റെ ഫിയസ്റ്റ ഞാൻ കാണുന്നില്ല, ആ ബോഡിയും എല്ലാം ഇല്ലേ, ഗ്ലാസ് വരുന്ന ഭാഗമൊക്കെ ഇല്ല, അതെല്ലാം എന്റെ ചാസിസ് ആയിട്ട് വരും. സോ കാർ അസ് എ വോൾ ആണ് മോണോകോക്കിൽ ചാസി എന്ന് പറയുന്നത്. സോ അതിനകത്ത് എന്ത് മാറ്റം വന്നാലും ചിലര് ബാക്കിലെ ഡിക്കിയൊക്കെ ഇടിച്ചു പോയിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് രണ്ടാമത് വെള്ളി ഇതൊക്കെ വെക്കാറുണ്ട്. അതൊക്കെ ആ കാറിന്റെ സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി വ്യത്യാസപ്പെടും. അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് നടക്കുമ്പോഴത്തേക്കും ആ കാറിന്റെ ചാസി എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് അങ്ങനെ ബിഹേവ് ചെയ്തത് നിങ്ങൾക്ക് ഭയങ്കര റിസ്ക് ആണത്. പിന്നെ ഇതിനകത്തൊന്നും പെടാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും ആ കാറിന് അലൈൻമെന്റ് കിട്ടത്തില്ല. കുറെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഇടിച്ച കാറുകൾക്ക് അലൈൻമെന്റ് കിടക്കുക. ഫ്രണ്ട് ടയറിന് ചിലപ്പം എത്രയൊക്കെ പണിതാലും ഒരു വെട്ടി തേയ്മാനം അല്ലെ ഒരു സൈഡിൽ തേഞ്ഞു പോകുന്ന വളരെ കൂടുതലായിരിക്കും. അങ്ങനെ അലൈൻമെന്റ് കിട്ടാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നോർമൽ അല്ലെങ്കിൽ നല്ല ആക്സിഡന്റ് ആവാത്ത i20യുടെ ഹാൻഡ്ലിംഗ് ഒരിക്കലും ഇങ്ങനെ ഒരു ഇടിച്ച് പണിത ഒരു i20ക്ക് കിട്ടണമെന്നില്ല. സോ എന്റെ ഒരു അഭിപ്രായത്തിൽ എന്തൊക്കെ പറഞ്ഞാലും ഈ ഫ്രണ്ട് ഗ്ലാസ് അല്ലെങ്കിൽ ഏറ്റവും വലിയ തട്ടിപ്പാണ് തേങ്ങ വീണ് പൊളിഞ്ഞ ഗ്ലാസ് മാറി എന്ന് പറഞ്ഞ കാർ എടുക്കുന്നതിനേക്കാളും ഭേദം ആ കാർ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഒരു എഞ്ചിൻ പണിയുള്ള കാർ എടുത്താലും അത് പിന്നെ വെറുതായിരിക്കും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് തേങ്ങ വീണ കാർ ഈസ് എ ന്യൂ സ്കാം. ഇത് നിങ്ങൾ സൂക്ഷിച്ചോളുക. തേങ്ങ വീണ് തേങ്ങ വീണ കാറാണെന്ന് പറയുവാണെങ്കിൽ അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ കാർ തേങ്ങ വീണപ്പോഴത്തെ ഡീറ്റെയിൽസും അതിന്റെ അനുബന്ധ ഡീറ്റെയിൽസ് ഒക്കെ പുള്ളിയോട് ചോദിക്കുക. അല്ലെങ്കിൽ അപ്പൊ തേങ്ങ വീണപ്പോഴത്തെ ഒരു ഫോട്ടോ എടുത്ത് കാണിക്കാൻ പറയുക. എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെയൊക്കെ നോക്കിയിട്ട് മാത്രം എടുക്കാൻ നോക്കുക. അല്ലാതെ തേങ്ങ വീണ ഒരു കാറിനും പ്രശ്നം വരത്തില്ല. അത് മിക്കവാറും ഒരു 99% ഇടിച്ച കാറുകളായിരിക്കും. പിന്നെ രണ്ടാമത്തെ ഒരു